നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു രേണുവിന്റെ ആദ്യ കീമോ നടന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടന്നത്. ഇപ്പോഴിതാ ആദ്യ കീമോയുടെ അനുഭവങ്ങൾ പുതിയ വ്ലോഗിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് രേണുസുതി. എന്തൊക്കെ വേദനയാണ് അനുഭവിക്കുന്നതെന്ന് അറിയില്ലെന്ന് രേണുസുതി പറയുന്നുണ്ട്. ക്യാൻസറിനെ പേടിയോ ഭയമോ ഇല്ലെന്നും തന്നെ സ്നേഹിക്കുന്നവരുടെ വേദനയാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്നും താരം പറയുന്നുണ്ട്. ആദ്യ കീമോയ്ക്ക് ശേഷം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് നേരെ ഇരിക്കാൻ പോലും വയ്യ, ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. മാത്രമല്ല തലകറക്കവുമുണ്ട്, കഴുത്തിന്റെ വശങ്ങൾ പൊട്ടിയിട്ടുണ്ട്, തൊണ്ടയിലും പൊട്ടലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാത്തത്. പിക്ലൈൻ ബ്ലീഡിംഗിൽ വന്നതിനാൽ ഞാൻ ആശുപത്രിയിൽ പോയി ക്ലീൻ ചെയ്ത് വരികയാണ് വന്നത്. എന്റെ ആദ്യ കീമോയെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. കീമോ എന്ന് കേട്ടിട്ടുള്ളത് അല്ലാതെ അനുഭവിച്ചിട്ടില്ല ഇതുവരെയും. ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ക്യാൻസറിനെ എനിക്ക് ഭയമില്ല. പക്ഷെ ഈ അവസ്ഥ, വേദന, എൻ്റെ കുഞ്ഞ്, വീട്ടുകാർ, എനിക്ക് ചുറ്റുമുള്ള കുറച്ച് നല്ല മനുഷ്യർ, അവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എനിക്ക് ക്യാൻസറിനെ പേടിയോ ഭയമോ ഇല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ടീഷൻ എനിക്ക് അറിയില്ല. എത്രാമത്തെ സ്റ്റേജ് ആണെന്നും വലിയ ധാരണയില്ല. ചെറുതായി മാത്രമേ അറിവുള്ളൂ. സ്റ്റേജ് ഏതുമാകട്ടെ, ദൈവം വിടുവിക്കാൻ ശക്തനാണെങ്കിൽ ദൈവം വിടുവിച്ചേ പറ്റത്തുള്ളൂ എന്നും രേണുസുതി പറയുന്നുണ്ട്. കീമോയ്ക്ക് മുൻപ് തുടയിൽ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ചു. ആന്റിബോഡി ആണെന്നാണ് പറഞ്ഞത്. അത് എന്താണെന്നതിനെ കുറിച്ച്, സാധാരണ ചെയ്യാറുണ്ടോ എന്നതിനെ കുറിച്ചും എനിക്ക് അറിവില്ലെന്നും രേണുസുതി പറയുന്നുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള മരുന്നാണ് അത് കുത്തിയാൽ മാത്രമേ ശരിയാകൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. മെഡിക്കൽ ടേംസ് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആന്റിബോഡി 17 കീമോ ചെയ്യുമ്പോഴും കുത്തിവെക്കണം. അങ്ങനൊരു കണ്ടീഷനാണ് എന്റേതെന്നും രേണുസുതി പറയുന്നുണ്ട്. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്ന ശേഷമാണ് കീമോ തുടങ്ങുന്നതിന്. നേഴ്സുമാരും ഡോക്ടർമാരെയും ദൈവതുല്യരായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നതെന്നും രേണുസുതി പറയുന്നുണ്ട്. ഇവരെ ഞാനിപ്പോൾ അടുത്ത് അറിയുന്നുണ്ട്. കീമോയ്ക്ക് ശേഷം എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയുന്നില്ല. തളർന്നു പോവുകയാണ് ഞാനിപ്പോൾ. 2 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. വീൽ ചെയറിലാണ് കാറിന് സമീപം വരെ എന്നെ കൊണ്ടുവന്നത്. വീട്ടിൽ വന്ന ശേഷവും തളർച്ചയായിരുന്നു. ഒപ്പം ശരീരമാസകലം വേദനയുമുണ്ട്. എനിക്ക് അറിയില്ല എന്തൊക്കെ വേദനയാണ് അനുഭവിച്ചതെന്ന്. കീമോയ്ക്ക് ശേഷം WBCയുടെ ഇഞ്ചക്ഷൻ എടുക്കാനായി ആശുപത്രിയിൽ പോയിരുന്നു. അത് എടുത്തതും ഞാൻ തലകറങ്ങി വീണു. ചേച്ചിയുടെ ദേഹത്ത് ഒക്കെ ഛർദ്ദിക്കുകയും ചെയ്തു. ഗ്ലൂക്കോസ് കയറ്റി. എനിക്ക് രാത്രി ഉറക്കമില്ല. വീട്ടുകാരെയും ഞാൻ ഉറക്കുന്നില്ല. അതാണ് എന്റെ സങ്കടമെന്നും രേണുസുതി പറയുന്നുണ്ട്. വല്ലാതെ വേദന അനുഭവിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ എന്താണ് ക്യാൻസർ രോഗമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നും രേണുസുതി പറയുന്നുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ആർക്കും ഈ രോഗം വരരുതെന്നാണ് എന്റെ പ്രാർത്ഥനയെന്നും ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും രേണു പറയുന്നു. കീമോ തുടങ്ങിയതിനാൽ മുടി കൊഴിഞ്ഞ് തുടങ്ങും. അതിനു മുൻപായി രേണു കഴിഞ്ഞ ദിവസം മുടി മുഴുവനായും മുറിച്ചു മാറ്റിയിരുന്നു. തനിക്ക് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞിട്ടും കിച്ചു കാണാൻ വരാത്തതിലുള്ള സങ്കടവും രേണു കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ പങ്കുവെക്കുകയുണ്ടായി. വിവാദമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ലെന്നും കിടപ്പിലായ ഒരാളെ ഒന്ന് കാണാൻ വരാമല്ലോ എന്നും രേണു തന്റെ പുതിയ വീഡിയോയിൽ സങ്കടം പങ്കുവെക്കവെയാണ് പറഞ്ഞത്. ഞാൻ അസുഖബാധിതയായ ശേഷം മകൻ ഋതുലിന്റെ മുഖത്തെ ചിരി പോലും മാഞ്ഞുപോയെന്നും അവനാണ് എന്റെ ഏറ്റവും വലിയ വേദനയെന്നും രേണു പറയുന്നുണ്ട്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ശാരീരികമായി എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. എന്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. എനിക്ക് ഒട്ടും വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും എന്നെ ശപിക്കരുതെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഓർക്കണം. എനിക്ക് ഋതപ്പനുണ്ട്. ഒരാഴ്ചയായി ആ കുഞ്ഞൊന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുകയാണ്. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് എനിക്ക് അറിയില്ല. 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടി ഞാൻ ഇത് പറഞ്ഞാൽ വലിയ വിവാദമാകുമെന്ന് എനിക്ക് അറിയാം. വിവാദമാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത് പങ്കുവെക്കുന്നതെന്നും അവനോട് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നും രേണുസുതി വ്യക്തമാക്കുന്നുണ്ട്. ക്ഷമിക്കുക, ആരും ഇത് വിവാദമാക്കരുത്. എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. കിച്ചു വന്നോ എന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു. അവൻ ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങൾ അവൻ വന്നെന്ന തരത്തിൽ കണ്ട വാർത്തകളെല്ലാം ഫേക്കാണ്. എന്ത് തന്നെയാണെങ്കിലും കിടക്കയിൽ കിടക്കുന്ന ഒരാളെ കാണാൻ വരാമല്ലോ എന്നും രേണുസുതി ചോദിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എത്രയോ പേർ ഇവിടെ വന്നൊക്കെ എന്നെ കാണുന്നുണ്ട്. എനിക്ക് ഇൻഫെക്ഷൻ വരും എന്നതുകൊണ്ട്
മാസ്ക് ഒക്കെ വെച്ച് വന്ന് റൂമിന്റെ വാതിൽക്കൽ നിന്ന് കാണുകയും സംസാരിക്കുകയുമാണ് അവരെല്ലാം ചെയ്യാറുള്ളത്. എനിക്ക് ഒരുപാട് കൈത്താങ്ങുകൾ ലഭിക്കുന്നുണ്ട്. ഞാനൊന്ന് കരയുമ്പോൾ അമ്മയും പപ്പയും ചേച്ചിയും എല്ലാം ഓടി വരും. അതുപോലെ മാനേജർ കരിഷ്മയും സഹായങ്ങൾക്കായി എന്റെ അരികിൽ തന്നെയുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ലെന്നും അതിനിടയിൽ വാശി കയറി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ടെന്നും രേണുസുതി വ്യക്തമാക്കുന്നുണ്ട്. ആർക്കും ക്യാൻസർ രോഗം വരരുതേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥനയെന്നും രേണുസുതി പറയുന്നു. ജീവിതകഥ വീഡിയോയൊക്കെ കിച്ചു പങ്കുവച്ചിരുന്നു. ഇതിനുശേഷമാണ് അമ്മയും വളർത്തുമകനും തമ്മിൽ തർക്കങ്ങൾ നടന്നത്. രേണു അച്ഛനെ വിവാഹം ചെയ്ത ശേഷം താൻ പലപ്പോഴായി ഒറ്റപ്പെടൽ അനുഭവിച്ചതായി കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതിനോടും ഗ്ലാമറസ് ആയിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിനോടും കിച്ചുവിന് വിയോജിപ്പുണ്ടായിരുന്നു. പലപ്പോഴും ആ എതിർപ്പ് പരോക്ഷമായി കിച്ചു പറഞ്ഞിട്ടുമുണ്ട്. രേണുവിനും കുടുംബത്തിനും എതിരെ സംസാരിച്ച ശേഷം ഒരിക്കൽ കിച്ചു കോട്ടയത്തെ സുധനിലയത്തിൽ വന്നിരുന്നു. അന്ന് അനിയൻ ഋതലിനൊപ്പം അല്പസമയം ചെലവഴിച്ച് കിച്ചു വ്ലോഗുകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ക്ലോത്തിംഗ് ബിസിനസ്സും വ്ലോഗുകളും പഠനവും എല്ലാമായി കിച്ചു വളരെ ആക്റ്റീവായി രംഗത്തുണ്ട്. കിച്ചു വരും രേണു, അവന് കഴിഞ്ഞതൊക്കെ ഓർത്ത് വരാനുള്ള വിഷമം കൊണ്ടായിരിക്കും രേണു. അവൻ വരും രേണു, വിഷമിക്കാതിരിക്കൂ. കിച്ചു വന്നില്ലേ എന്താ, ഞങ്ങളെല്ലാവരും കൂടെയില്ലേ? അവൻ വരും. രേണു കൊടുത്ത സ്നേഹം അവന്റെ ഉള്ളിൽ കാണും. ചിലപ്പോൾ ഈ അവസ്ഥയിൽ കാണാനുള്ള വിഷമം കൊണ്ടായിരിക്കും വരാത്തത് എന്നിങ്ങനെയാണ് രേണുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആളുകൾ കുറിച്ചിരിക്കുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷം വിധവ 2 കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന രീതിയിൽ എല്ലാം വലിയ പിന്തുണ രേണുവിന് സമൂഹത്തിൽ നിന്നും ലഭിച്ചിരുന്നു. ഇത് മാറി തുടങ്ങിയതും വിമർശനങ്ങൾ പെരുകിയതും ഗ്ലാമറസ് ആയി താരം അഭിനയിച്ചു തുടങ്ങിയപ്പോഴും സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ശേഷവുമായിരുന്നു. രേണുവിന് എപ്പോഴും പിന്തുണ നൽകുന്നവരിൽ ഒരാളാണ് മുൻ ബിഗ് ബോസ് താരമായ ദിയ സന. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ രേണുവിനെ കുറിച്ച് ദിയ സംസാരിച്ച വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് രേണു കടന്നു പോകുന്നതെന്നും നമുക്ക് സങ്കല്പിക്കാനാകുന്നതിനും അപ്പുറമാണെന്നും ദിയ സന പറയുന്നുണ്ട്. രേണു ഒരു വിധവയാണ്. ഭർത്താവ് മരിച്ച ആ സ്ത്രീ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. രേണു ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം വല്ലാത്തൊരു അവസ്ഥയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള അവസ്ഥയാണ് അവരുടേത്. അത് രേണു വന്ന് സംസാരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ ആ സ്ത്രീക്കൊപ്പം നിൽക്കാൻ കാരണങ്ങളുണ്ട്. ആ സ്ത്രീ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം അവർക്കൊപ്പം ധൈര്യമായി കൂടെ ഉണ്ടാകുമെന്നും ദിയ വ്യക്തമാക്കുന്നുണ്ട്. എന്ത് സ്ട്രഗിൾ ആണെങ്കിലും അവനവൻ അനുഭവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. തെരുവിൽ കിടന്ന് വളർന്നതുകൊണ്ടാകും എനിക്ക് എല്ലാ ഇമോഷൻസും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. എല്ലാ ഫ്രോഡുകളെയും തിരിച്ചറിയാനും കഴിയും. ലൈം ലൈറ്റിൽ നിൽക്കുവാൻ വേണ്ടി അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ സ്വയമേ കണ്ടെത്തിയതോ ആവാമെന്നും ഈ ആക്ടിംഗ് ഒക്കെ എന്നുമാണ് ദിയ പറയുന്നത്. അവർ മറുപടികൾ ഓരോ കാര്യത്തിനും കൊടുക്കുന്നതും ചർച്ചയാകുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. നെഗറ്റീവോ പോസിറ്റീവോ എന്തുമാകട്ടെ, രേണുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നത്. അഭിനയിക്കാൻ അവരെ കൊള്ളില്ലായിരിക്കാം, ചിലപ്പോൾ കൊള്ളാമായിരിക്കാം. അതൊരു റീച്ചിന് വേണ്ടിയുള്ള പർപ്പസ് ആണെന്ന് പറയാം. രേണുവിന്റെ കാര്യത്തിൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ പലരും ചെയ്ത നിരവധി പഴയകാല ആൽബങ്ങളുണ്ട്. അതെല്ലാം കച്ചറ കൂതറ ആൽബങ്ങളാണ്. സൂപ്പർ പാട്ടുകളായിരിക്കും അതിലേത്. ഷാഫിക്കയുടെ ആയാലും താജുക്കയുടെ ആയാലും ആൽബത്തിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ആയിരിക്കും. പക്ഷെ അതിന്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുസുതി സൂപ്പർ ഹിറ്റാണെന്നും ദിയ സന പറയുന്നുണ്ട്.